ഇന്നെന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല. എന്താ സിമ്പിള് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്താ സ്പീഡിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഏട്ടൻ കടയ്ക്ക് പോയിരിക്കണം ചെമ്മീൻ വാങ്ങാൻ, ഉണക്ക ചെമ്മീൻ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുക്കട്ടെ. വെണ്ടക്ക സാമ്പാർ വെക്കണം എളുപ്പത്തിൽ. ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഹാപ്പി തൃശ്ശൂർ പൂരം. അതെ, എന്താ പകൽപൂരമാണ്. വെണ്ടയ്ക്ക നോക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാറായി വളരെ സിമ്പിൾ ഉണ്ടാക്കും. ചെമ്മീനൊന്ന് വറുത്തെടുക്കട്ടോ. ഇത് കഴുകി ഉണങ്ങിയതാണ്. എന്നിട്ട് വാലും സംഭവങ്ങളൊക്കെ കളയണം. കളഞ്ഞ നന്നായി വറുത്തെടുക്കണം. മുരുമുരാന്ന് മുരുമുരായി വറുത്തെടുക്കണം. അച്ചാറ് പോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിക്കാം. അതെ, പൊടിച്ച് വെച്ചിട്ട് പൊടിച്ച് കൂട്ടി കഴിക്കാം. നല്ല കുപ്പിയിലാക്കി എടുത്ത് വെച്ചാൽ കുറേ ദിവസം ഇരിക്കും. പക്ഷെ നമുക്ക് കുപ്പിയില്ല. ഇത് ഇപ്പോഴേക്കന്നെ ഉള്ളൂ കേട്ടോ, എടുത്ത് വയ്ക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വറുക്കട്ടെ, നന്നായി വറുക്കട്ടെ. ആയാ ചെമ്മീനായിട്ടാ ഇത് ഒടിച്ച് നോക്കി ഒടിയുണ്ട്. അതാണ് ഇതിൻ്റെ പരിവം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. ചെറിയൊരു മുറി തേങ്ങ. എണ്ണയൊന്നും ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കണം. ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടണം. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാനാ? എന്നിട്ട് എണ്ണ ഒഴിച്ചു വാടത്തെ. എനിക്ക് 6 വറ്റൽ മുളക് കേട്ടോ എരിവിന്. ഒരു 3 ചെറിയ ചുമന്നുള്ളി, ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില. ഇതിങ്ങനെ തന്നെ അരച്ചൊരു ചമ്മന്തി. അതെ, ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വേണം. ഇനി നന്നായി വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ വേണം. നല്ലത് വെളിച്ചെണ്ണൻ്റെ മണം. നന്നായി മൊരിച്ചെടുക്കണം. അതെ, നന്നായി വറുത്തെടുക്കട്ടെ കേട്ടോ. തേങ്ങയൊക്കെ നന്നായി ആയിട്ടോ അങ്ങനെ മൊരിയണം. ചെമ്മീൻ നല്ല ബ്രൗൺ കളറായല്ല, നന്നായി മുറിക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ്റെ ഉപ്പുണ്ട്. അതും ആറിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നന്നായി അരക്കണ്ട, ഒന്ന് പൊടിച്ചിട്ട് വരാം. ഒന്ന് പൊടിച്ചിട്ട് ആറട്ടെ.
ചേട്ടാ പൊടിച്ചു കൂട്ടാ. എന്നിട്ട് അങ്ങനെ പൊടിച്ചു. അങ്ങനെ പിടിച്ചു. ഇതന്നെ മതി ചോറിന്. വേറെ ഒന്നും വേണ്ട. നല്ല സൂപ്പറാണ്. അതെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വറുത്തിട്ട്. ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ചമ്മന്തി പൊടിയാണിത്. ചോറിൻ്റെ കൂടെ പരിപ്പിന് വേവിക്കാൻ പറ്റട്ടെ. സാമ്പാറിന് വെണ്ടയ്ക്ക തേങ്ങയില്ലാത്തത്. ചെറിയ കഷ്ണം കായം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കട്ടെ. ഒരു വിസിൽ കേട്ടെ. പരിപ്പ് കൊണ്ട് നോക്കാം. പരിപ്പും കായൊക്കെ വെന്തോ. ഒരു ചെറിയൊരു സവാള, വലിയൊരു തക്കാളി. ചെറിയൊരു സവാള, വലിയൊരു തക്കാളി. വെണ്ടയ്ക്ക ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. തിളക്കട്ടെ നന്നായിട്ട്. പുളിയൊക്കെ വന്നിട്ടോ. വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഉണ്ടാ നന്നായി വറുത്ത് വെച്ചു. വാളംപുളി, വെള്ളം, ഉണ്ടാ നോക്കട്ടെ. എന്താ ഉണ്ണി ഉറക്കം വരുന്നത്? ഉപ്പുണ്ട്. നന്നായി തിളക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക ഇട്ടിട്ട് വെണ്ടയ്ക്ക വെന്തു. എന്തോ നല്ല കുറുകി സാമ്പാർ. നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഇട്ടു. നുള്ളു ഉലുവാപ്പൊടി. സ്പെഷ്യൽ ടിപ്പ്. നല്ലൊരു മണം. ഇത്രയേ ഉള്ളൂ. താളിച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ചൂടാവട്ടെ. കടുക്, കടുകുട് വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയുള്ള നമ്മുടെ സാമ്പാർ. സൂപ്പർ. നല്ല കുറുകിയ സാമ്പാറല്ലേ. ചോറട്ടെ. എന്താ വേണം? ചൂട് ചോറ്, സാമ്പാർ, വെണ്ടയ്ക്ക മതി. ഇതാ ചമ്മന്തി മതി. ചെമ്മീൻ പൊടി, ചമ്മന്തിപ്പൊടി ഒന്നുകൊണ്ടായിട്ട്. ചമ്മന്തിപ്പൊടി വെറുതെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടി. ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ണാനേ നല്ല ടേസ്റ്റ്. ഇപ്പം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ. ചെയ്യൂ. ഇത് എടുത്ത് വയ്ക്കാനുണ്ടായില്ല, തന്നെ തീരും.